ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ശരി, നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ഞങ്ങളെന്നും ഒന്നാ പറഞ്ഞ് അങ്ങനെ ഒരു പാട്ട് നേരത്തെ വന്നപ്പോ നിങ്ങൾ വിമർശിച്ചിട്ടില്ലേ? ഞാൻ ചോദിക്കട്ടെ, ആ പാട്ട് വന്ന സമയത്ത് പാട്ടിൽ ആ പ്രയോഗം നടത്തിയത് കുഫറാണ്, അത് അള്ളാഹ്ക്കുള്ളത് മാത്രമാണ്, അതുകൊണ്ട് അങ്ങനെ പാടാൻ പാടില്ല എന്ന് ഞങ്ങൾ പറഞ്ഞു. ഉണ്ടെങ്കിൽ അത് കൊണ്ടുവരി. കാട്ടുകള്ളൻ നൗഷാദിന്റെ ഇന്നലത്തെ വലിയ ചോദ്യമാണ്, കൊടുന്നുവരാ കുഫറിന് സമാനമാണ്, സാദൃശ്യമായതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ എന്തിനത് അതിനെ എതിർത്തത് ഞങ്ങളാണ് ആദ്യം. അതിന് തെറ്റില്ലെങ്കിൽ ഇന്നത്തെ വാദം വെച്ച് ഇന്നെന്താണ് അത് സൃഷ്ടികൾക്കും പറയാം എന്നാണ് അവന്റെ വാദം. പടച്ചവനെന്ന് സൃഷ്ടികൾക്കും പറയാം എന്ന എൻ്റെ ഇന്നത്തെ വാദം വെച്ച് അന്ന് എന്തിനെ എതിർത്തു ചെയ്യും? അതിന് മറുപടി വരണം. മറ്റത് ഞാൻ കാണിച്ചു തരാം, അത് പറഞ്ഞിട്ടുണ്ട്. ഇതിനു മുമ്പ് ഒരു ക്ലിപ്പൂടി പറയും, എന്നിട്ട് ഞാൻ ബാക്കി കാണിച്ചു തരാം. എൻ്റെ അകത്ത് ഉടായ്പ തട്ടിപ്പൊക്കെ എൻ്റെ കാട്ടുകളും കുരുട്ടികളെ മുമ്പിൽ നടക്കുള്ളൂ, മനസ്സിലാക്കിക്കോ. ഈ പറഞ്ഞിട്ടില്ലാന്നോ? അല്ലെങ്കിൽ എന്തിനെതിർത്തു? ഈ എതിർത്ത് കാരണം പറഞ്ഞാൽ എന്താ? അത് യഹൂദി നസാറാക്കള് ഈസാ നബിനെ ദൈവവും ദൈവപുത്രനുമാക്കി, അതുപോലെ നിങ്ങൾ ആക്കണ്ട എന്ന് ഞങ്ങളെ ഇമാം ബൂസൂരി പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതിന് സാദൃശ്യമായ ഒരു വാക്ക് പോലും ഞങ്ങൾ പറയില്ല. ഞങ്ങൾക്ക് ആ പാട്ടുമായി ബന്ധമില്ല, ഞങ്ങൾ തള്ളിക്കളയുന്നു. അപ്പം യഹൂദി നസാറാക്കളെ വാദത്തോട് സാദൃശ്യം ഉണ്ട് എന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. കുഫറിനോട് സാദൃശ്യമുള്ള വാക്കാണത് എന്ന് ഇജ് പള്ളിക്കൽ വസാർ വെച്ച് പ്രസംഗിച്ചിട്ടുണ്ടാ. ഇതെന്താ മനസ്സിലാക്കിയത്? ഇപ്പൊ ഞങ്ങളങ്ങനെ പറഞ്ഞിട്ടില്ല, കുഫ്രാന്ന് പറഞ്ഞിട്ടില്ല എന്ന് പറയലേ. എന്തിനാ ജിമ്മിനെ എതിർത്തത്? ഇന്നത്തെ വാദം വെച്ചാൽ അന്ന് എതിർക്കേണ്ട കാര്യമില്ലല്ലോ. ഇപ്പൊ ആ വാദം പറഞ്ഞപ്പം ഞങ്ങൾ മുമ്പ് പറഞ്ഞ വാദം ഞങ്ങൾ പറഞ്ഞപ്പം ഇപ്പൊ ഞങ്ങളെ ഇതാക്കിയല്ലേ. അതൊന്നും നടക്കൂല മോനെ. ഇത് വേറെ പച്ചക്കള കൂടി പറയണ്ടേ, അത് കണ്ടോളി, എന്നിട്ട് ഞാൻ കാണിച്ചു തരാം. പ്രയോഗം തെറ്റാണ്, അത് കുഫറാണ്, അത് അള്ളാഹ്ക്ക് മാത്രമാണ്. ഇത് ഞങ്ങൾ അന്ന് പറഞ്ഞിട്ടില്ല എന്നല്ല, ഞങ്ങൾ ഈ വിശദീകരണം ഒന്ന് കൊടുക്കുക ചെയ്ത്. പച്ചക്കളവാണ് ഇത് പറഞ്ഞത്. ഇത് ഇന്ന് പറഞ്ഞ വിശദീകരണം എന്താ? അത് സൃഷ്ടികൾക്കും പറയാം, ഇത് കുഴപ്പമില്ല എന്ന വിശദീകരണം അന്ന് കൊടുത്തിട്ടുണ്ടോ? ഇല്ല. അന്ന് കുഫറിനോട് സമാനമാണ്, സാദൃശ്യമായതാണ്. നസാറാക്കളെ പറ്റി, ഈസാ നബിനെ പറ്റി നസാറാക്കള് ദൈവമാണെന്നും ദൈവപുത്രനാണെന്നും പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ പറയാൻ പാടില്ല എന്ന് ബൂസൂരി ഇമാം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതിന് സമാനമായ വാചകങ്ങൾ പോലും, അതായത് പടച്ചവനാണെന്ന് പറയൽ യഹൂദി നസാറാക്കള് പറഞ്ഞ അതിനോട് സമാനമായതാണ്, സാദൃശ്യമായതാണ്, അതും ഞങ്ങൾ പറയില്ല. അപ്പൊ അന്ന് ആ ചങ്ങായി CM വലിയുള്ളാഹി മടവൂർ പടച്ചവനാണെന്ന് പാടിയപ്പം അത് നസാറാക്കൾ ഈസാ നബിയെ പറ്റി പറഞ്ഞ പോലെയാണ്, അതിന് സമാനമായതാണ് എന്ന് പറഞ്ഞിട്ടാ അത് വിശദീകരിച്ചത്. മനസ്സിലായോ? ആരോടാ ഇപ്പൊ കളിക്കണ്ടേ? സ്വന്തം പ്രസംഗത്ത് കേക്കടാ, സ്വന്തം പള്ളിക്കൽ വസാറിൽ വിചാരിച്ച പ്രസംഗത്ത് കേക്ക്, ഞാൻ കൽപ്പിച്ചുതരാം. ഇപ്പൊ ഇങ്ങനെ ന്യായീകരിക്കലേ, അതൊക്കെ എൻ്റെ കുഞ്ഞാടുകളെ മുമ്പ് നടക്കുള്ളൂ, മനസ്സിലാക്കിക്കോ. ഞാൻ കൽപ്പിച്ചുതരാം. അതിന്റെ മുമ്പ് കാവന്നൂർ വെച്ച് പറഞ്ഞെന്ന് കേട്ടോളി. ഇജ് എന്തിനു വിമർശിച്ചു? ഇജിപ്പോ പറഞ്ഞത് ഞങ്ങളിപ്പോ ഈ വിശദീകരണമാണ് കൊടുത്തത്, ഇന്ന് പറയുന്ന വിശദീകരണമാണ് അന്ന് കൊടുത്തു തരണല്ലോ. അങ്ങനെ മടവൂർ പടച്ചവനാന്ന് പാടിയതിൽ തെറ്റില്ല എന്നാണ് ഇന്ന് പറയണ്ടേ. അങ്ങനെയാണെങ്കിൽ അതിനെ ആദ്യം എതിർത്തത് ഞാനാണെന്ന് എന്തിനു പറഞ്ഞു? ആ ക്ലിപ്പ് വരട്ടെ. ഇങ്ങനെ നോക്കിക്കാണ്, പണ്ടൊരു പാട്ട് വന്നിരുന്നു, ആരാ പടച്ചോനെന്നൊക്കെ ചോദിച്ചു. അതിനാദ്യം വിമർശിച്ചത് നമ്മളാ. അങ്ങനെ പാടാൻ പാടില്ല എന്ന് നമ്മളാണ് ആദ്യം പറഞ്ഞത്. എൻ്റെ ഇന്നത്തെ വിശദീകരണം വെച്ച് ഇജിപ്പോ നടത്തുന്ന വിശദീകരണം എന്താ? അങ്ങനെ പാടാം, അത് സൃഷ്ടികൾക്കും പറയാം എന്ന എൻ്റെ ഈ വാദം വെച്ച് അന്ന് എന്തുകൊണ്ട് അത് പാടാൻ പാടില്ല? ഈ വിശദീകരണമാണ് അന്ന് കൊടുത്തു പറഞ്ഞല്ലോ. അങ്ങനെയാണെങ്കിൽ അത് പാടാൻ പാടില്ല എന്ന് ആദ്യം പറഞ്ഞത് ഞങ്ങളാണ്. അപ്പൊ എന്താ അടിസ്ഥാനത്തിൽ അത് പാടാൻ പാടില്ല എന്ന് പറഞ്ഞത്? ഇന്ന് പറഞ്ഞ വ്യാഖ്യാനം വെച്ചാണെങ്കിൽ അന്ന് പാടില്ല എന്താ തെറ്റ്? എന്തുകൊണ്ട് എതിർത്തു? പറയണം മറുപടി. ഒരു കുഴപ്പമില്ല എന്നല്ല ഇപ്പൊ പറയണ്ടേ. ഒരു കുഴപ്പമില്ലെങ്കിൽ അന്ന് എന്തുകൊണ്ട് എതിർത്തു? കുഴപ്പമില്ലാത്ത പാട്ടിന് അന്ന് എതിർക്കാൻ പാടുണ്ടോ? ആദ്യം എതിർത്തത് ഞങ്ങളാണ്. അത് എന്തുകൊണ്ട് എതിർത്തു എന്നുള്ളത് പറയണം മറുപടി സമുദായത്തോട്. ഇനി ഞങ്ങൾ കുഫർ പറഞ്ഞിട്ടുണ്ടോ, ആ പാട്ട് തെറ്റാന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചല്ലോ.
അത് ഇജ്ജ് പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ കേൾപ്പിക്കുന്നത് കണ്ടോ? കുഫറിന് സമാനമായതാണ്, സാദൃശ്യമായതാണ് എന്ന് ഇജ്ജ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാ അന്ന് എതിർത്തത്. ഇന്ന് ഇജ്ജ് അത് പാടിയപ്പം കുഫറിനോട് സാദൃശ്യമില്ല, സമാനമില്ല, പാടാന്നപ്പൻ്റെ വാദം. രണ്ടും രണ്ടാണ്. ഇത് പറയാ ഞങ്ങൾ അന്ന് പറഞ്ഞു പറഞ്ഞു ഒന്നാണ്. അതൊക്കെ എന്റെ കുഞ്ഞാടുകളോട് പറഞ്ഞാൽ മതി. ഞാൻ കേൾപ്പിക്കുന്നുണ്ടോ? ഞങ്ങളെ മശായിഖന്മാരെ കുറിച്ച് പാടും, എഴുതും, ഇഷ്ടമുള്ളതൊക്കെ പറയും. നിങ്ങൾക്ക് എന്താ ഛേദം? നിങ്ങളോട് ആരും പാടാൻ പറഞ്ഞില്ലല്ലോ. പേരോടിനെ നിങ്ങൾക്ക് മൗലാനയാക്കാമെങ്കിൽ ഞങ്ങൾക്ക് മടവൂരിനെ പടച്ചോനാക്കാൻ ഒരു പേടിയില്ലടോ. അതിനെന്താ പ്രശ്നം ഇവിടെ? മടവൂരാരാ പടച്ചോനാണോ ചോദിച്ചവനോടീ ചൊല്ല്. അതെ 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 മടവൂരാണ്, ഞങ്ങളെ പടച്ചോനറിയണേ, ഞങ്ങളെ പടച്ചോനറിയണേ. മടവൂരാരാ പടച്ചോനാണോ ചോദിച്ചവനോടീ ചൊല്ല്. അതെ 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 മടവൂരാണ്, ഞങ്ങളെ പടച്ചോനറിയണേ, ഞങ്ങളെ പടച്ചോനറിയണേ. മടവൂര് ശൈഖിനെ കുറിച്ച് പടച്ചോൻ എന്നും പറയാന്നാ പറഞ്ഞു. മടവൂര് ശൈഖിനെ കുറിച്ച് പടച്ചോൻ എന്നും പറയാന്നാ പറഞ്ഞു. ആ പാട്ട് ഞങ്ങളുടേതാണെന്ന് തെളിയിക്കാൻ വെല്ലുവിളിക്കുകയാണ് ഞങ്ങൾ. കർശനമായി പറയുന്നു, ആ പാട്ടുമായി ഞങ്ങൾക്കൊരു ബന്ധവുമില്ല, ഞങ്ങൾ അതിനെ അംഗീകരിക്കുന്നുമില്ല, അതിനെ തള്ളിക്കളയുകയാണ്. അത് ഞങ്ങളോട് മഹാനായ ഇമാം ബൂസൂരി പഠിപ്പിച്ചിട്ടുണ്ട്. നസ്വാറാക്കൾ അവരുടെ ആ ദൈവത്തെക്കുറിച്ച്, ആ ഈസ നബിയെ കുറിച്ച് പറഞ്ഞതിന് ഞങ്ങൾ ഒഴിവാക്കിയേക്ക്. അതിനോട് സാദൃശ്യം വരുന്ന വാക്കുകൾ പോലും ഞങ്ങൾ പറയില്ല. അതൊന്നും വെച്ച് ഈ സത്യത്തെ മൂടി കളയാമെന്ന് ആരും ഞങ്ങളെ ഭയപ്പെടുത്തേണ്ടതില്ല. കേട്ടില്ലേ? മടവൂര് പടച്ചോനാന്ന് ചങ്ങായി പാട്ട് പാടിയപ്പം ഇവനെന്താ പറഞ്ഞത്? ഈസാനവിനെ പറ്റി നസാറാക്കൾ പാടി. നസാറാക്കൾ പറഞ്ഞെന്ത്? ദൈവമാണെന്നും ദൈവപുത്രനാണെന്നും. വഖാലത്തുൽ യഹൂദു ഉസൈറു ഇബ്നുല്ലാഹ് വഖാലത്തുൻ നസ്വാറ അൽ മസീഹു ഇബ്നുല്ലാഹ്. ദൈവമാണെന്നും ദൈവപുത്രനാണെന്നും പറഞ്ഞു. അത് നിങ്ങൾ പറയരുത് എന്ന് ഭൂസൂര്യമാമ നിങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അതിന് സമാനമായതും ഞങ്ങൾ പറയില്ല. അപ്പൊ അതിന് സമാനമായതാണ് ഏത്? ഈസാനബിനെ പറ്റി നസാറാക്കൾ പറഞ്ഞതിന് സമാനമാണ് ഈ പാട്ട് പാടി ചങ്ങായി മടവൂര് പടച്ചോനാന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞിട്ടാ അന്ന് വിമർശിച്ചത്. ഇന്ന് ചോദിക്കുക, ആ പാട്ട് കുഫ്രാന്ന് ഞാൻ പറഞ്ഞിക്കണോ? ഇജ്ജ് പറഞ്ഞിക്കണേ കുഫറിന് സമാനമാണ്. ഇന്നത്തെ വ്യാഖ്യാനം എനിക്ക് പറ്റുന്നാണെങ്കിൽ അന്ന് എന്തുകൊണ്ട് അതിനെ എതിർത്തു, തള്ളിക്കളഞ്ഞു, അംഗീകരിക്കണില്ല, ഞങ്ങളതല്ല, അത് തെറ്റാന്ന് ആദ്യം പറഞ്ഞു, നമ്മളാണ് എന്ന് പറഞ്ഞല്ലോ. എന്തിനു പറഞ്ഞു? ഇന്ന് പറഞ്ഞ വ്യാഖ്യാനം ഒന്ന് വേറെയാണ്, അന്ന് പറഞ്ഞത് വേറെയാണ്. അന്നാ ചങ്ങായി പറഞ്ഞപ്പം അത് യഹൂദി നസാറാക്കളോട് സാദൃശ്യമുള്ളതാണ് എന്ന് ഇജ്ജ് പറഞ്ഞു. ഇന്ന് ഇജ്ജത് പാടി ഇജ്ജ് പറഞ്ഞു. ഇജ്ജ് പറഞ്ഞപ്പം പറ്റും, അയാൾ പറഞ്ഞപ്പം അത് നസാറാക്കളോട് സാദൃശ്യമായത്. ഭൂസുരിമാവ് പറഞ്ഞതിനെതിരെ. ഇപ്പോഴോ ഇപ്പൊ ജീവന് വേറെ തെളിവുണ്ടാക്കുക. ഇജ്ജ് പറഞ്ഞപ്പം കുടുങ്ങിപ്പം ഇജ്ജ് പറഞ്ഞതും ഇജ്ജ് മടവൂര് പടച്ചോനെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് പേടില്ല എന്ന് പറഞ്ഞതും ആ ചങ്ങായി മടവൂര് പടച്ചോനെന്ന് പാടിയതും രണ്ടും നസാറാക്കൾ ഈസാ നബിയെ പറ്റി പറഞ്ഞതിന് സമാനമാണ്, സാദൃശ്യമായതാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ പാടില്ല എന്ന് പറഞ്ഞത്. എൻ്റെ ആദ്യത്തെ വാദാണ് ഇജ്ജ് പള്ളിക്കൽ ബസാർ വെച്ച് പറഞ്ഞ വാദാണ് ഞങ്ങളെന്ന് പറയണ്ടേ. കുഫറാന്ന് പറഞ്ഞ കൂട്ടണ്ട, കുഫറിനോട് സാദൃശ്യമുള്ളതാണ് അത് കൂട്ടിക്കോ. കുഫറിനോട് സാദൃശ്യമുള്ളതാണ് ചെന്ന് പറഞ്ഞല്ലോ, സമാനമായതാണ്, അതുകൊണ്ടാണോ എതിർത്ത്. അതാണോ ഞങ്ങളെന്ന് പറയണ്ടേ. എൻ്റെ ഉടായിപ്പക്കാരെ വെച്ചാൽ മതി കേട്ടോ, ഞങ്ങളോട് വേണ്ട. ഇത് വ്യക്തമായി പറഞ്ഞതാണ്. എനിക്കെടുത്ത് പറയാണ്ട് ഒരു വലിയ ചോദ്യം ചോദിക്കുക, ആരാജ് കെട്ടിച്ചു ഞങ്ങളെ കുറച്ച് പണി ഉണ്ടാവും.